ഈ സ്കൂളിൽ പഠിക്കാൻ പോകുന്നൊരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്നൊരു റോളാണല്ലോ. ഓക്കെ, അവിടെ ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻ്റാണ് അല്ലേ. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ആ ഒരു പീരീഡ് എടുക്കാം. സോ ഈ ഒരു പീരീഡിനകത്ത് ഒരാളിൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയും? ഐ എം എ സ്റ്റുഡൻറ്റ്, ഞാൻ പഠിക്കുക. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിനകത്ത് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയെന്നിരിക്കട്ടെ. ഒരു വർഷക്കാലം, ഏകദേശം ഒരു വർഷക്കാലം സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, വീട്ടിലും ഹോസ്പിറ്റലിലുമായിട്ട് ഇങ്ങനെ ചിലവഴിക്കുവാണ്. ഓക്കെ, ആ ഒരു വർഷക്കാലം ആ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ നിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, പഠിക്കുമായിരുന്നു, ഞാൻ ഇത്രാം ക്ലാസ്സിലായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് എന്നല്ലേ പറയത്തുള്ളൂ. ഒരു വർഷത്തെ ഒരു ബ്രേക്ക് വന്നു. ഈ ഒരു വർഷത്തെ ബ്രേക്ക് വന്നതിന് ശേഷം ഈ ഒരു വർഷത്തെ ബ്രേക്ക് എന്താ സംഭവിച്ചിരിക്കുന്ന? ഐഡൻറ്റിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക. ഏത് ഐഡൻറ്റിറ്റിയിൽ നിന്ന്? സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയി. ഓക്കെ ആയിട്ട് വീണ്ടും എങ്ങോട്ട് പോവുക? സ്കൂളിലേക്ക് പോവുക. ഇഷ്ടം ഉണ്ടാവും ആദ്യം പോകാൻ? മടിച്ചായിരിക്കാം. പോകണമല്ലോ, ഇനിയും അവിടെ ചെന്നിരിക്കണമല്ലോ, ഇനിയും പഠിക്കണമല്ലോ, ഇനിയും ഹോംവർക്ക് ചെയ്യണമല്ലോ, ഇനിയും അസൈൻമെൻ്റ് ഉണ്ടല്ലോ, ടീച്ചേഴ്സിൻ്റെ വായിലിരിക്കുന്ന കേൾക്കണമല്ലോ, വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ പഠിക്കടാ എന്ന് പറയുമല്ലോ. സോ ഇതൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് ആ റോളിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരു ഇൻഹിബിഷൻ, ഒരു മടിയുണ്ടാവും. പക്ഷേ സ്റ്റിൽ എന്ത് ചെയ്തേ പറ്റൂ? പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ എങ്ങനെയാണ് പഴയ ഐഡൻറ്റിറ്റി തിരിച്ചുകൊണ്ട് വരുന്നത്? അപ്പോൾ ഫോഴ്സ്ഡ് ആകും. എവിടെ നിന്നൊക്കെ? വീട്ടിൽ അമ്മയിൽ നിന്ന്, അപ്പനിൽ നിന്ന്, ടീച്ചേഴ്സിൽ നിന്ന്, സഹപാഠികളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന് ആ റോള് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മളെന്താവും? ഫോഴ്സ് ആകുമ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? പതിയെ അതിനകത്തേക്ക് വരാൻ തുടങ്ങും. സെയിം വേ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന റോള് പോലെ തന്നെ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതൊരു സെൽഫ് ഐഡൻറ്റിറ്റിയാണ്, അല്ലെങ്കിൽ ലൈഫ് പർപ്പസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കേണ്ടുന്ന കുറേ റെസ്പോൺസിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിനകത്തുനിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വഴി നമ്മൾ കുറച്ച് നാളത്തേക്ക് ഡിറ്റാച്ച്ഡായിട്ട് നിൽക്കുവാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് നമ്മൾ അതിനകത്തുനിന്ന് മാറി നിൽക്കുകയാണ്. വീണ്ടും അതേ റോളിലേക്ക് നമുക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് പറ്റില്ല. അതങ്ങനെയാണ്. ഓക്കെ, അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെൻറ്ററിൻ്റെ, ഒരു ഗുരുവിൻ്റെ ആവശ്യം വരിക. ചിലപ്പോൾ അമ്മയ്ക്ക് പറ്റിയെന്നിരിക്കത്തില്ല, അമ്മ ഒരു പരിധിവരെ ശ്രമിക്കും, അല്ലെങ്കിൽ അപ്പൻ ഒരു പരിധിവരെ ശ്രമിക്കും, അല്ലെങ്കിൽ കൂടപ്പിറപ്പുള്ള ഒരു പരിധിവരെ ശ്രമിക്കും. പക്ഷെ അവർക്ക് ചിലപ്പോൾ നമ്മൾ അങ്ങനെ പുഷ് ചെയ്ത് നമ്മളെ തിരിച്ച് അതിലേക്ക് കയറ്റാനായിട്ട് ചിലപ്പോൾ അവർക്ക് പറ്റിയെന്നിരിക്കത്തില്ല. അവിടെ ആരുടെ ഹെൽപ്പ് വേണ്ടി വരും? ഒരു നല്ലൊരു മെൻറ്ററിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരാളുടെ കത്തിയാൽ അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടെ എന്തു ചെയ്യാം? പൂർവാധികം ശക്തിയോടെ നല്ല രീതിയിൽ നമുക്ക് വീണ്ടും ആ പഴയതിനേക്കാൾ ഊർജ്ജസ്വലമായിട്ടുള്ള രീതിയിൽ ലൈഫിലേക്ക് റീകണക്റ്റ് ആകാൻ പറ്റും. അതല്ല മടി പിടിച്ച് നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ അങ്ങനെ ഇരിക്കേണ്ടി വരും.